ചില കുടുംബങ്ങളിലെങ്കിലും അച്ഛൻ അമ്മ എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഇപ്പോൾ മക്കളുണ്ടാവും, അതിൽ ചില മക്കളോട് വേർതിരിവുള്ള അമ്മമാരുണ്ടാവും. ഇത് എല്ലാ കുടുംബത്തിലും ഇപ്പം നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ല, നോക്കുന്നില്ല, അങ്ങനെയുള്ളൊരു സബ്ജക്റ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ. ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ളൊരു കാറ്റഗറി ഉണ്ട്. അമ്മ എന്ന് പറയുന്ന സങ്കല്പം അത്രയും പുണ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോഴും ചില അമ്മമാരെങ്കിലും ചില കുടുംബത്തിലെങ്കിലും മക്കൾ അത്രയും നമ്മൾ ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ പോലും സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയുള്ള മക്കളായിരിക്കും. പക്ഷെ അവരുടെ ഒരു കാര്യത്തിലും കൺസേൺ അല്ലാണ്ട് എന്താ പറയുക, ഒരു ഉപേക്ഷാ മനോഭാവത്തിലിരിക്കുന്ന മാതാപിതാക്കളെ എനിക്ക് അങ്ങനെ റീസെൻ്റ് ആയിട്ട് 1-2 പേര് എന്നോട് വന്ന് പറയുകയും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഞാൻ അന്ന് ഡിസൈഡ് ചെയ്തിരുന്നു, ഈ ടോപ്പിക്കിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കണം എന്നുള്ളത്. എന്താണ് ചേട്ടാ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളെ കുറിച്ച് ചേട്ടൻ എന്താണ് ഒപ്പീനിയൻ? ഒറ്റപ്പെടുന്ന അമ്മമാരെ പറ്റിയില്ല, മാതാപിതാക്കളെ പറ്റിയിട്ടല്ലോ പറയുന്നത്. ഒറ്റപ്പെട്ട മാതാപിതാക്കളെ പറ്റിയിട്ടല്ല, മക്കളെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാരന്റിങ് ചെയ്യാതെ നമുക്കതിനെ ഇങ്ങനെ മനസ്സിലാക്കിയാലോ. അതായത് ഈ നമ്മുടെ അച്ഛനും അമ്മയും എന്ത് കണ്ടിട്ടാണ് അവർ അച്ഛനും അമ്മയും ആയേ? അവർക്ക് എന്ത് ട്രെയിനിങ് കിട്ടിയിട്ടാ? അവരെന്ത് കണ്ടിട്ടാ? ഇവർ ആരെ കണ്ടിട്ടാ? ഇവരുടെ എക്സ്പീരിയൻസ് എന്താ? ഇവർക്ക് ഏതെങ്കിലും മക്കളെ നോക്കിയുള്ള പരിചയമുണ്ടോ? ഇതെല്ലാം എടുത്തു നോക്കുമ്പോൾ ഇവർക്ക് ഒരു പരിചയമില്ല, ഇവർക്കൊരു എക്സ്പീരിയൻസ് ഇല്ല. ഇവരുടെ അച്ഛനും ഇവരുടെ അമ്മൂമ്മയും ഇവരുടെ നാട്ടുകാരും എല്ലാവരും ഇവർ കണ്ടതും കേട്ടതും പഠിച്ചതും വെച്ച് നോക്കിയിട്ട് ഇവരൊരു അച്ഛനമ്മ സങ്കല്പം ഉണ്ടാക്കിയെടുത്തു. ആ അച്ഛനമ്മ സങ്കല്പത്തിൽ ഇവരെ നമ്മളെ നോക്കുന്നു. ഇതിൻ്റെ അകത്ത് മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇതിനകത്ത് വരുന്നില്ല. ചില മനുഷ്യർക്ക് മാത്രമാണ്. അതായത് ചെറുപ്പത്തിൽ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ പോയ മക്കൾ അച്ഛനും അമ്മയായി കഴിയുമ്പോഴാണ് ആ കിട്ടാതെ പോയ അറ്റാച്ച്മെൻറ്റും സ്നേഹമൊക്കെ മക്കൾക്ക് കൊടുക്കുന്നത്. മനസ്സിലാക്കൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെക്കാളും വീക്കാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അവരൊരുപാട് ഡിപ്രഷനും അവരൊരുപാട് ആങ്സൈറ്റിയും അവരൊരുപാട് ഇൻസെക്യൂരിറ്റീസും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ചിലപ്പോൾ കുഞ്ഞ് ജനിച്ചതിൻ്റെ പേരിൽ എത്രയോ സ്ത്രീകൾ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയി, തളയ്ക്കപ്പെട്ടു പോയി. അതിൻ്റെ പേരിൽ മാത്രം ഒരുപാട് ഇഷ്യൂസ് നടക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഒരു കൃത്യമായ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, കളറിൻ്റെ പേരിൽ, ഒരു പക്ഷേ സെക്ഷുവാലിറ്റിയുടെ പേരിൽ ഇൻസൾട്ടഡ് ആയിട്ടുള്ള എത്രയോ സ്ത്രീകൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ കാണാം. നമ്മുടെ വീട്ടിലുള്ള എല്ലാ അമ്മമാരും ഫ്രസ്ട്രേറ്റഡ് അല്ലേ? അവർക്ക് ഒരാൾ സപ്പോർട്ട് കൊടുക്കാൻ അവർക്കുണ്ടോ? നമ്മുടെ അച്ഛനുണ്ടോ? നമ്മൾ ഈ പറയുമ്പോൾ തന്നെ നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മൾ എത്ര ശതമാനം എത്ര മക്കൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ ചില മക്കൾക്കെങ്കിലും ഇങ്ങനെ ദുരിതത്തിലിരിക്കുന്ന അമ്മമാരുടെ അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കുക. എന്തുകൊണ്ട് അച്ഛനും അമ്മയും സ്വന്തം മക്കൾക്ക് സപ്പോർട്ട് കൊടുക്കാത്ത ഒരു മാനസികാവസ്ഥയിലോട്ട് എന്തുകൊണ്ട് പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർക്കത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് വേണ്ടി സ്വന്തം ആരോഗ്യം കളഞ്ഞ് ഒരു കുഞ്ഞുങ്ങളെ കൊടുത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു സ്ത്രീയുടെ ഇമോഷൻ 10-20 വർഷം 30 വർഷമായിട്ടും ഒരാൾ പോലും ആ ഇമോഷനെ ടച്ച് ചെയ്യാതെ ഇരുന്നാൽ ആ ഇമോഷൻ മാനസികമായ പ്രശ്നത്തിലോട്ട് കൺവെർട്ടാവും. അതായത് മെൻ്റലി ഡിപ്രഷൻ ആവാൻ തുടങ്ങും. മനസ്സിലാവുന്നല്ലോ? ഈ മെൻ്റലി ഡിപ്രഷൻ ആയി കഴിഞ്ഞാൽ അത് എല്ലാവരോടും വൈരാഗ്യം വരാൻ തുടങ്ങും. അത് കുഞ്ഞുങ്ങൾ കാരണം എനിക്ക് ഇങ്ങനെ പറ്റി, എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അവർ ഇൻസെക്യൂർ ആയി കൊടുക്കുക. അവർ ഹോർമോൺ ചേഞ്ചിങ്, മെനോപോസ് തുടങ്ങിയിട്ട് ഒരു സ്ത്രീ എന്തിനോടെ എല്ലാം കടന്നു പോകണം. പലപ്പോഴും നമ്മൾ ഏതൊരു വീടുകൾ എടുത്ത് നോക്കുമ്പോഴും അവിടുത്തെ സ്ത്രീകൾ മെൻ്റൽ സ്റ്റെബിലിറ്റി ഉള്ളവരല്ല. മനസ്സിലാവുന്നില്ല? അതായത് അവർ പേടിക്കുക. ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കൺട്രോൾ മുഴുവൻ ഇവരിലോട്ട് ഇവർ എടുക്കാൻ തുടങ്ങും. അച്ഛൻ്റെ കൺട്രോള്, ഫിനാൻഷ്യൽ കൺട്രോള്, മക്കളുടെ കൺട്രോള്. ഈ കൺട്രോൾ എടുത്തിട്ട് ഈ കൺട്രോളാണ്. അത് ഇവർക്ക് ഈ കൺട്രോൾ എടുക്കുന്നത് എന്തിനാ? അവർക്ക് അറ്റൻഷൻ വേണം, അവർക്ക് അറ്റൻഷൻ സീക്കിങ് വേണം. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ സന്തോഷം, ആ സമാധാനം എല്ലാം അവരെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം കുടുംബം കൊണ്ട്. ഇത്തരത്തിലുള്ള താല്പര്യത്തിൽ ഇവർ മാറും. ഇവരോട് നമ്മൾ പറഞ്ഞു കൊടുത്തൊരു കാര്യമില്ല. കാരണം അത് അവരുടെ പെയിനിൽ നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന സിംറ്റംസും ഈ പറയുന്ന പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ അച്ഛൻ്റെ കാര്യത്തിലോട്ട് വാ, ഇതേ പ്രശ്നമായിരിക്കും. അതായത് അവരുടെ അച്ഛൻ അവരെങ്ങനെയാണോ വളർത്തിയത് അതുപോലെ മക്കൾ പറയണം. അടിച്ച് പഠിപ്പിക്കണം, അല്ലെങ്കിൽ തല്ലി പഠിപ്പിക്കണം. ഇവിടെ ഒന്നും സ്പിരിച്വാലിറ്റി ഇല്ല. ഇവിടെ ഒന്നും സ്നേഹത്തെപ്പറ്റി സംസാരിക്കുന്നില്ല. ഏത് കുടുംബത്തിലാണ് സ്നേഹത്തെപ്പറ്റി സംസാരിക്കുന്നത്? ഏത് കുടുംബത്തിലാണ് സപ്പോർട്ടിനെ പറ്റി സംസാരിക്കുന്നത്? ഏത് കുടുംബത്തിലാണ് മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി സംസാരിക്കുന്നത്? ഏതെങ്കിലും ഒരു മക്കൾ പോയിട്ട് അച്ഛനോടും അമ്മയോടും പറയാം, എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് ഫിനാൻഷ്യൽ ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് ഇവർ മനസ്സിലാക്കുന്നത്? ആലോചിക്കുന്നത്. നമ്മൾ നമ്മുടെ ഫാമിലി എടുത്തൊക്കെ നമ്മളെന്തിനാ നാട്ടുകാരുടെ അച്ഛനമ്മേനും തപ്പി പോകുന്നത്? എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ എനിക്ക് കിട്ടൂല്ലോ ഈ സാധനം. മനസ്സിലാവുന്നത്? കാരണം എന്താ? എൻ്റെ അച്ഛനമ്മയ്ക്ക് അറിയില്ല. ഞാനിത് ആരോടെ പറയുന്നത്? ഞാനൊന്നെങ്കിൽ ഇത് ഞാൻ പഠിച്ചിട്ട് ഞാൻ എന്നെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇതിന് മിണ്ടാതിരുന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അതിനെ മനസ്സിലാക്കി മാനേജ് ചെയ്ത് കൊടുക്കാം. ഇതല്ലേ നമുക്ക് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ സൈക്കിക്കായിട്ടുള്ള ഈ മാനസിക വിഭ്രാന്തിയുള്ള അച്ഛനും അമ്മയും സൃഷ്ടിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ പൂർവികർ, നമ്മുടെ തലമുറ ഉണ്ടല്ലോ, ഇവരുടെ തലമുറ ഉണ്ടല്ലോ, ഇവിടെ മുതലേ പ്രശ്നം.
അതെ. മനസ്സിലാവുന്നുണ്ടോ? ഈ പട്ടിയെ വാങ്ങിച്ച് ഭക്ഷണം കൊടുത്ത് തല്ലി പഠിപ്പിക്കുന്ന മെത്തേഡാണ് പലപ്പോഴും എടുക്കുന്നത്. ഭയം ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? 2 മക്കളുണ്ടാവുന്നു, ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും. ഇവിടെ സപ്പോർട്ട് കൊടുക്കുന്ന ആർക്കാ? ആൺകുട്ടിക്ക് എന്തിനാണ് ഈ സപ്പോർട്ട് കൊടുക്കുന്നത്? അതായത് ആൺകുട്ടിക്ക് ഫ്രീഡം കൊടുക്കുന്നു, ആൺകുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുന്നു, പെൺകുട്ടീനെ കൺട്രോൾ ചെയ്ത് വളർത്തുന്നു. എന്തിനാണ്? ശരിക്കും സപ്പോർട്ടും ഇതെല്ലാം കൊടുക്കുന്നത് പെൺകുട്ടിക്കല്ലേ ഈ പറയുന്ന ആരോഗ്യപരമായ കുറവുകളുള്ള. അതായത് ഒരു ആൺകുട്ടീനെ ഒരു പെൺകുട്ടീനെ എടുത്ത് നോക്കുമ്പോൾ മസിലിന്റെ കാര്യത്തിലാണെങ്കിലും മാനസികാവസ്ഥയുടെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്നത് പെൺകുട്ടികൾക്ക് അല്ലല്ലോ സപ്പോർട്ട് കൊടുക്കുന്നത്. നമ്മൾ ആൺകുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. കാരണം എന്താ? ഇവരാണ് സാമ്പത്തികം ജനറേറ്റ് ചെയ്യുന്നുള്ളൊരു ചിന്ത. ഇവരാണ് ചെറുപ്പം മുതൽ പണിക്ക് പോകുന്നത്. അപ്പോൾ ഇവർ മൂലമാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വരും ഉണ്ടാക്കിയിരിക്കുന്ന ടിപ്പിക്കലായ ചിന്താഗതി. അതിന് ഒരു കാളയെ അല്ലെങ്കിൽ ഒരു പശുവിനെ ഡെവലപ്പ് ചെയ്യുന്നത് പോലെ ഈ പറയുന്ന ആൺകുട്ടീനെ ട്രെയിൻ കൊടുക്കും. അതിന് ഇവരെന്ത് ചെയ്യും? മൂട്ടി കൊണ്ടുപോയിട്ട് കുറച്ച് സ്നേഹം, കുറച്ച് കരുതൽ, കുറച്ച് സ്വാതന്ത്ര്യം, കുറച്ച് മറ്റു പല കാര്യങ്ങളും കൊണ്ടുപോയി വളം ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ വളത്തിൽ ഇവരിങ്ങനെ ആസ്വദിച്ച് നിൽക്കും. എന്നിട്ട് പണിക്കോക്കണം പറയും, പണിക്ക് പോയിട്ട് പൈസ കൊണ്ട് തരാൻ പറയും. ഇതൊരു സ്ട്രാറ്റജിക്കൽ മൂവിങ് അല്ലേ? ആ പെൺകുട്ടീനെ എന്തെടുത്തും? പെൺകുട്ടീനെ പ്രത്യേകിച്ച് കൊണ്ടൊന്നുമില്ല, അതിൻ്റെ വീട്ടിൽ ജോലി എടുത്തോട്ടെ. എന്നോട് ഇത് ഡിസ്കസ് ചെയ്തതും ഒരു ആൺകുട്ടി തന്നെയാണ്. ആ കുട്ടി ഇപ്പം റിയലൈസ് ചെയ്യാണ്, അമ്മ എന്നെ വളർത്തുന്നത് കാശിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇമോഷണലി ഞാൻ ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നില്ല, അമ്മയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല. അമ്മ കൂടുതൽ അറ്റൻഷൻ ഇപ്പോൾ കൊടുക്കുന്നത് എൻ്റെ സഹോദരിയുടെ ലൈഫ്, കല്യാണം കഴിച്ച കുട്ടി അയച്ചു, പക്ഷെ ആ കുട്ടിക്കാണ് ഇപ്പോഴും പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കൺസിഡറേഷൻ. ഇതിന്റെ ഒപ്പം തന്നെ ഈ പെൺകുട്ടി വളർന്ന് പഠിച്ച് ഒരു ജോലി വാങ്ങിച്ചെന്ന് കരുതാം, സ്വന്തം കാലിൽ നിന്നിട്ട് എപ്പോൾ ആൺകുട്ടിയുടെ അടുത്ത് കളഞ്ഞെന്ന് ചോദിച്ചാൽ മതി. അതായത് അച്ഛനും അമ്മയും പ്രായത്തിൻ്റെ പ്രശ്നമായിരിക്കാം, പ്രായം വന്നു കഴിയുമ്പോൾ സാമ്പത്തികമായ ഇൻസെക്യൂരിറ്റീസ് വരുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം. എങ്കിൽ പോലും മറ്റു വ്യക്തികളെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത്? അതായത് പലപ്പോഴും ഒരു വീട്ടിൽ ഞാൻ പറഞ്ഞ 2 ആൺകുട്ടികളുണ്ടെന്ന് കരുതാം. അതിനകത്ത് ഒരു ആൺകുട്ടി ക്രിയേറ്റീവും ഒരു ആൺകുട്ടി അക്കാഡമിക്കൽ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം. ക്രിയേറ്റീവായ കുട്ടികളെ സംബന്ധിച്ചിട്ട് പഠന വൈകല്യം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ അവർ ക്രിയേറ്റീവ് സെഗ്മെന്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഈ പുസ്തകങ്ങൾ ഇങ്ങനെ നോക്കി വായിച്ച് പഠിച്ച് കാണാപ്പടം പഠിക്കാനുള്ള കഴിവുണ്ടായിരുന്നു വരില്ല. എന്നാൽ മറ്റേ കുട്ടിക്ക് അത് ഉണ്ടാവുന്നുണ്ട്. മറ്റേ കുട്ടി സോഷ്യലായിട്ടുള്ള ലൈഫ് മാനേജ് ചെയ്യുന്ന നിർബന്ധം. പക്ഷേ ക്രിയേറ്റീവായ കുട്ടി സോഷ്യലായിട്ടുള്ള കാര്യം ചിലപ്പോൾ മാനേജ് ചെയ്യും. ഇത് രണ്ടാ. അച്ഛൻ്റെയും അമ്മയുടെയും എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് ആരാണോ നിൽക്കുന്നത് അവനാണ് നല്ലവൻ, അവനാണ് കഴിവുള്ളവൻ. അച്ഛൻ്റെ അമ്മയുടെ എക്സ്പെക്ടേഷൻ വിട്ടിട്ട് ആ പയ്യൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ കഴിവില്ലാത്തവനാണ്. ഇവിടെ മുതൽ കുറ്റപ്പെടുത്തൽ കേൾക്കാൻ തുടങ്ങും. ഇവിടെ മുതൽ നീ ഞങ്ങളെ നോക്കൂല, നീ ഇങ്ങനെയാണ് ചെയ്യുന്നത്, നീ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ കുറ്റപ്പെടുത്തലുകൾ സഹിച്ച് വേദന സഹിച്ച് ഞാൻ പറയുന്നത് അത് ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്. കാരണം ഇങ്ങനെയെല്ലാം ഏതെല്ലാം മക്കളുടെ മുഖത്ത് നോക്കി ഈ പറയുന്ന മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടോ, അവസാനം ഈ മാതാപിതാക്കൾക്ക് ആ മക്കളെ കാണുള്ളൂ. ശരിക്കും സ്പിരിച്വാലിറ്റി. അതായത് നെഗറ്റീവ് സൈഡിലൂടെ നമ്മുടെ മക്കൾക്ക് നമ്മൾ സ്പിരിച്വാലിറ്റി കൊടുക്കുക. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തി കളയുക, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവരുടെ കൂടെ നമ്മൾ നിൽക്കുന്നില്ല, അവരൊരു തരത്തിൽ സ്നേഹിക്കുന്നില്ല. അവരിങ്ങനെ അന്വേഷിച്ചെടുക്കും. ചില ആളുകൾ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ അത് പോയി പെട്ടുപോകും. ചില ആളുകൾ ഈ സമയം കൊണ്ട് ഒരു സ്പിരിച്വൽ ലൈഫിലോട്ട് പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആരും എനിക്കില്ല, എന്നാൽ ഈ ലോകത്ത് അദൃശ്യമായ ഒന്ന് എൻ്റെ കൂടെയുണ്ട്. ഈ അദൃശ്യമായ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ അദൃശ്യമായ ഒന്ന് ഞാൻ തന്നെയാണ്. ആക്ച്വലി അത് എൻ്റെ കോൺഫിഡൻസിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ഇതിനെ നമുക്ക് ദൈവം എന്ന് വേണ്ടി വിളിക്കാം. ഈ സാധനം ഉണ്ട് എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് നിൽക്കും. ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും നമുക്ക് വേണമല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു വീടിൻ്റെ അകത്ത് ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും മറ്റ് പല പ്രശ്നങ്ങളും ഒരു വ്യക്തിയെ സ്പിരിച്വൽ ആക്കുന്നുണ്ട്. ആ സ്പിരിച്വാലിറ്റിയുടെ ആ ഒറ്റപ്പെടലുകളിലൂടെ ആ വേദനയിലൂടെ ജീവിച്ചു വന്ന ഒരുപാട് മക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ജീവിതത്തിൽ സക്സസ് ആയിട്ടുണ്ട്. ആ കിട്ടാതെ പോയ സ്നേഹം, ആ കിട്ടാതെ പോയ ആത്മാർത്ഥത, കിട്ടാതെ പോയ കെയർ ഇവർ അവരുടെ കൂട്ടുകാർക്ക് കൊടുക്കും, അവരെ കാണുന്ന മനുഷ്യർക്ക് കൊടുക്കും. അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവർ സക്സസ്ഫുൾ ആവും. കാരണം എന്ന് പറയുമ്പോൾ അവർക്ക് ഇത് കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തത് കൊണ്ടാണ് ഈ സപ്പോർട്ട്, ഈ സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ മനുഷ്യർ ഭയങ്കര അടിപൊളിയായിരിക്കും. അവർക്ക് ഒരാളെ ചതിക്കാൻ പറ്റില്ല, അവർക്ക് ഒരാളെ പെയിൻ കൊടുക്കാൻ പറ്റില്ല, അവർക്ക് ഒരാളെ വേദനിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറയുമ്പോൾ അവർ വേദനിച്ച് വന്ന മനുഷ്യരാണ്, അവർ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരാണ്, അവർ തകർന്നു പോയ മനുഷ്യരാണ്. അവർ വേദനിക്കുകയോ അവർ തകരാതിരിക്കാനോ അവർ മറ്റുള്ളവർക്ക് ഒരിക്കലും ആ സാധനം കൊടുക്കില്ല. എന്നാൽ തിരിച്ച് സംഭവിക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും ഒരുപാട് കെയർ ചെയ്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഒരു കെയർ കൊടുത്ത് വളർത്തുന്ന ഒരു കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആരോടും ഒരു ഇമോഷൻ ഉണ്ടാവില്ല. അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് അവരുടെ കാര്യം മാത്രമാണ്, അവരാണ് അൾട്ടിമേറ്റ്. അവരുടെ സങ്കടം, അവരുടെ വിഷമങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ അവർ മാത്രം. അവർക്ക് ചുറ്റുമുള്ള ഒരു മനുഷ്യരുടെ ഇമോഷൻ അറിയണ്ട, അവർക്ക് ചുറ്റുമുള്ള ഒരു മനുഷ്യൻ്റെ പെയിനിനെ പറ്റി സംസാരിക്കേണ്ട, അവർക്കൊന്നും അവർക്ക് അറിയണ്ട. അവരോട് പറഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും എന്താ, നമ്മൾ ആദ്യം പറയുന്ന പോലെ തന്നെ പെയിനിലൂടെ കടന്നു പോകുന്നത് ബ്ലെസ്സിങ് ആണ്.
ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. നമ്മൾ അതിനെ അയ്യോ അച്ഛനമ്മയും നോക്കിയില്ല അല്ലേ, അച്ഛനമ്മയും സപ്പോർട്ട് ചെയ്തില്ലല്ലേ, നമ്മളിങ്ങനെ പറഞ്ഞ് അവരെ ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം? ഒന്നുമില്ല. അവരുടെ ഉള്ളിലുള്ള ക്വാളിറ്റി എവിടെ നിന്നാണ് ഡെവലപ്പായി എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ കൂടെ നിർത്തിക്കോ, നമ്മൾ സക്സസ് ആവും. കാരണം എന്താ പറയുക, അവരുടെ കൂടെ ഈശ്വരനുണ്ട്. അവർക്ക് ദൈവവിശ്വാസം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, അവർ ദൈവത്തോട് പ്രാർത്ഥിക്കണം നിർബന്ധമില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ ആ ചൈതന്യമുണ്ട്. ആ ചൈതന്യം നമുക്ക് എങ്ങനെ മനസ്സിലാക്കുന്നത്? അവർ നമ്മളോട് നന്നായി ബിഹേവ് ചെയ്യും, അവർ നമ്മളെടുക്കുന്ന എഫേർട്ടുകളെ പറ്റി അവർ മനസ്സിലാക്കും, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് നെഗറ്റിവിറ്റി തോന്നില്ല. അവർ ഓക്കെ, നമുക്ക് അവർ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു നമ്മുടെ ഉള്ളിൽ തോന്നും, ഓക്കെ ഇവൻ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, അവനെൻ്റെ ആരും ആയിരിക്കില്ല പക്ഷെ അവൻ എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്നൊരു തോന്നൽ നമ്മളോട് ജനറേറ്റ് ചെയ്യുന്നത് എന്താ? അവൻ സ്പിരിച്വൽ ആയതുകൊണ്ടാണ്. അവൻ്റെ സ്പിരിച്വാലിറ്റിയാണ് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഒറ്റപ്പെട്ടു പോയി. ഇപ്പം നേരത്തെ വിളിച്ച പയ്യനില്ലേ, അവൻ എന്തോ തേടി നടക്കുന്നുണ്ട്. ഇപ്പം ഈ വിളിച്ച പയ്യൻ അവൻ്റെ വേദനകളും സങ്കടങ്ങളും അവൻ്റെ വീട്ടിലെ അമ്മമാർ പെരുമാറുന്ന പെരുമാറ്റം എന്തോ ആവട്ടെ, അവൻ ജീവിതത്തിൽ ഉയർന്ന നിലയിലോട്ട് പോകാൻ സാധ്യതയുള്ളൊരു പയ്യനാണ്. കാരണം എന്താ പറയുമ്പോൾ അവൻ റിയാലിറ്റി മനസ്സിലാക്കി. അച്ഛനും അമ്മയും രണ്ട് വ്യക്തികളാണെന്നും ആ രണ്ട് വ്യക്തികൾക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ടെന്നും അച്ഛനും അമ്മയും ആയതുകൊണ്ട് തന്നെ അവരുടെ മരണം വരെ ഞാൻ അവരുടെ കൂടെ നിൽക്കണമെന്നും എന്നാൽ അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുതെന്നുള്ളൊരു വലിയ പാഠം അവൻ ഇനിയെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എല്ലാ അച്ഛനമ്മമാരും അച്ഛനമ്മമാരല്ല, എല്ലാ സഹോദരങ്ങളും നമ്മുടെ സഹോദരങ്ങളല്ല, നമ്മുടെ എല്ലാ റിലേറ്റീവ്സും നമ്മുടെ റിലേറ്റീവ്സ് അല്ല. എന്തുകൊണ്ടാണ് പറയാൻ കണ്ടെന്നറിയുമോ? വളരെ ചുരുക്കം അച്ഛനമ്മമാർ മാത്രമേ അവർക്ക് അങ്ങനെ പെരുമാറാനും സംസാരിക്കാൻ അറിയുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയാണ്. ലഭിക്കാതെ പോയിട്ട് അച്ഛനും അമ്മയും ആയ ആളുകളാണ്. ചില സഹോദരങ്ങൾ അവരായിരിക്കും ഒരു പക്ഷേ നമ്മളോട് ഈഗോയും നമ്മളോട് വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ. അവർ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതും ഇവരാണ്. അതായത് നമ്മൾ കാണാത്ത ഒരു പൊളിറ്റിക്സ് നമ്മുടെ വീടിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ഈ പൊളിറ്റിക്സിന് ചുക്കാൻ പിടിക്കുന്നത് പലപ്പോഴും അമ്മമാരായിരിക്കാം. അതായത് ആരെ എങ്ങനെ അവർക്ക് എന്ത് കൊടുക്കണം, അവർക്ക് എന്ത് കൊടുക്കരുത്, അവരുടെ സന്തോഷം നടത്തി കൊടുക്കരുത്, അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് തുടങ്ങിയിട്ടുള്ള അവർക്ക് ലഭിക്കാതെ, അതായത് അവർക്ക് ചെറുപ്പത്തിൽ ഒരു സൈക്കിൾ കിട്ടിയില്ല, അവരുടെ അച്ഛനമ്മയും അവർക്കൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തില്ല. ഈ വൈരാഗ്യം വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും? ഇവർ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കില്ല. കാരണം എന്താ? ഞാൻ സൈക്കിളില്ലാതല്ലേ ജീവിച്ചേ, ഇവർക്ക് എന്തിനാ സൈക്കിൾ? പറയുമ്പോൾ പറയും നിൻ്റെ സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിനക്കൊരു അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. ശരിക്കും നമുക്കൊരു കാര്യം നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിന് അവരുടെ പുറകിലൊരു ട്രോമ ഉണ്ടെന്ന് നടത്തും. ആ ട്രോമ ഉള്ളത് കൊണ്ടാണ് ഇവർ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും നിഷേധിക്കുന്നത്. പിന്നെ മരണം, അതിപ്പോൾ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ നമ്മൾ മരിക്കും. മനസ്സിലായോ? ഒരു കുഞ്ഞിനോ നമ്മുടെ ആയുസ് എത്ര വേണം നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്, ഇത് ഭഗവാന്റെ കയ്യിലിരിക്കുന്ന വിഷയം. നമ്മളിപ്പോൾ ബസ് കയറ്റി വിട്ടാൽ ആ ബസ് മറിയുമെന്ന് ചിന്തിച്ചൂടെ? നമുക്കൊരു അപകടം വരുന്നത്, ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ വ്യക്തിക്ക് എന്താണ് കൊടുത്തിടാൻ പറ്റുന്നത്. ഇപ്പോൾ ബൈക്ക് എന്ന് പറയുന്ന വാഹനം ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത് ബൈക്ക് ഓടിച്ചിട്ടല്ലേ? എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ബൈക്ക് വാങ്ങി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഓടിക്കേണ്ട ശ്രദ്ധിച്ച് ഓടിക്കണം, നോക്കി ഓടിക്കണം, ഇത്രയേ ഉള്ളൂ അതിനകത്ത് കൺസേൺ. അതല്ലാതെ ഇപ്പം നിന്ന നെപ്പിലെ തലയിൽ ചക്ക വീണ് മരിക്കുന്ന ആൾക്കാരില്ലേ? എന്നുവെച്ചാൽ പ്ലാവിനാണോ പ്രശ്നം? അല്ലല്ലോ. തേങ്ങ വീഴുന്നില്ല, തെങ്ങിനാണോ പ്രശ്നം? അതിൻ്റെ ചോട്ടിൽ പോയി നിന്നതാണല്ലോ നമ്മുടെ പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ സമയമായി. ഇതിന് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞു എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ട്രോമയുള്ള ആളുകളുടെ പ്രശ്നമാണത്. അതിന് മനസ്സിലാക്കാം. ഒന്നുമില്ല, നല്ല അച്ഛനമ്മയാവാൻ വേണ്ടി അതായത് എനിക്കെന്ത് കിട്ടിയില്ല, അത് നേടാൻ നോക്കുന്നതാണ് എൻ്റെ ക്വാളിറ്റി. അത് നേടാൻ നോക്കുമ്പോൾ ഞാൻ കടന്നു പോകുന്നൊരു വഴികളുണ്ട്, കടന്നു പോകുന്നൊരു പെയിനുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് ഒറ്റപ്പെടുക, സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കുക, ഒറ്റയ്ക്കാവുക, അച്ഛനും അമ്മയും ഒന്ന് ചേർത്ത് നിർത്താൻ പോലും അച്ഛനമ്മ ഇല്ലാത്ത ഈ മനുഷ്യരെല്ലാവരും ഇവരുടെ ജീവിതത്തിൽ ഉയർന്ന തലത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഈ പോകുന്ന വഴികളെല്ലാം ഒറ്റയ്ക്കാണ്, ഈ പോകുന്ന വഴികളെല്ലാം പെയിനാണ്, ഇതെല്ലാം സ്ട്രഗിളിങ് പീരീഡാണ്. ഇതിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് ഈശ്വരനെ കണ്ടു എന്ന് പറഞ്ഞു. കാരണം എന്താ? എപ്പോഴും ജീവിതം തകർന്ന് തരിപ്പണമാവാമെന്നുള്ള സാധ്യതയുള്ള മനുഷ്യരാണ് ഈ മനുഷ്യരെല്ലാവരും. ഈ കടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, ഇത് ഭയങ്കര പവർഫുള്ളാണ്, പെയിൻഫുൾ ആൻഡ് പവർഫുൾ, ഭയങ്കര അടിപൊളിയാണ്. ഇത് കടന്ന് ഇപ്പുറത്തോട്ട് വന്നാൽ, ആ പാലം കടന്ന് ഇപ്പുറത്തോട്ട് എത്തിയാൽ തിരിഞ്ഞു നോക്കുമ്പില്ലേ, നമ്മളെ പറ്റി നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോവും. ഓക്കെ, എനിക്കിത് പറ്റി, ഇതെന്തുകൊണ്ട് പറ്റി? നമ്മളെ സ്നേഹിക്കാൻ നല്ലൊരു അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സംഭവിച്ചത്. നമുക്ക് നല്ലൊരു വീടില്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യണം. നമുക്ക് നല്ലൊരു അച്ഛനമ്മയില്ല, നമ്മൾ നല്ലൊരു അച്ഛനമ്മയാവാം. മനസ്സിലാവുന്നില്ല? അല്ലെങ്കിൽ നമുക്ക് പുറത്തുള്ള ഒരുപാട് സ്നേഹമുള്ള അച്ഛനമ്മമാരുണ്ട്, അവരുമായിട്ട് കണക്ട് ചെയ്യുക. നമുക്ക് സഹോദരനില്ല, എന്തിനാ നമുക്ക് സ്വന്തമായിട്ടൊരു സഹോദരൻ? എന്തോട് സഹോദരങ്ങൾ നമുക്ക് ചുറ്റും നിൽക്കുന്നത്? അതിന് രക്തബന്ധത്തിന് ആവശ്യമുണ്ടോ? ഇപ്പം നമുക്കൊരു സഹോദരൻ വേണം, നമുക്കൊരു സഹോദരി വേണം, അതിനെന്തിന് രക്തബന്ധം? അതിന് രക്തബന്ധത്തിന് ആവശ്യമില്ല. അതിന് നമുക്ക് നല്ല കൂട്ടുകാർ വേണം.
ഇതെല്ലാം നമുക്ക് പുറത്ത് നമുക്ക് പ്രൊവൈഡിങ് ഉണ്ട്. അതിന് നമ്മളൊന്ന് ഓക്കെ ആവണം. നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ അഴുക്കുകൾ, നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കുത്തിത്തിരിപ്പുകൾ, ഇതെല്ലാം നമ്മുടെ അടുത്ത് മാറ്റി കളഞ്ഞിട്ട് ഒരു സ്പിരിച്വൽ പ്രോസസ്സിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ബോധത്തിലോട്ട് കണക്ട് ചെയ്ത് ഏറ്റവും ബെറ്ററായിട്ട് മുന്നോട്ട് പോവുക. അത് ഭയങ്കര സമാധാനവും സന്തോഷവും നമുക്ക് തരും. അൾട്ടിമേറ്റ് നമ്മളെല്ലാവരും ഈ ലോകത്തിനോട് വിട പറയേണ്ട മനുഷ്യരാണ്. ഞാനും ഗായത്രിയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മളിവിടെ ഇല്ല. അത് മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും നമ്മുടെയല്ല, ഇതെല്ലാം നമ്മുടെയാണ്. ഇതൊന്നും നമ്മുടെയല്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും വിനീതരാവുന്നത്, ഏറ്റവും വിനയമുള്ള മനുഷ്യരാവുന്നത്. ഇതെല്ലാം എൻ്റെയാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ സ്പിരിച്വൽ ആവുന്നത്. ഇത് രണ്ട് ബോധവും നമുക്ക് വേണം. ഇത് എൻ്റെയാണ്, ഇത് ഞാനാണ്, ഇതിൻ്റെ ഓണർ, എൻ്റെ കാറിൻ്റെ ഓണർ ഞാനാണ്, എൻ്റെ വീടിൻ്റെ ഓണർ ഞാനാണ്, എൻ്റെ സ്വത്തിൻ്റെ ഓണർ ഞാനാണ്. ഒന്നുമില്ല. നമ്മുടെ ന്യൂറോൺസിലെ ഏതെങ്കിലും ഒരു സെല്ലുകൾ ഡാമേജ് ആയി പോയാൽ മതി, ഇതെല്ലാം തീരുമാനം. നമ്മുടെ പേര് പോലും മറന്നു, എന്ത് വേണമെങ്കിലും മറന്നു, ഒന്നുമില്ല. അപ്പൊ ഈ ബോധം എടുത്ത് മാറ്റുക. ഒന്നുമില്ലാത്ത മനുഷ്യര് പുറത്തോട്ട് ഇറങ്ങി ഈ ഒരു കടലിന് മുന്നിൽ പോയി നിന്നിട്ട് ഈ കടൽ എൻ്റെയാണ്, ഇതെൻ്റെ സ്വന്തമാണെന്ന് ചിന്തിച്ച് നിങ്ങളൊന്ന് കണ്ണുകളടച്ച് നിന്നാൽ മതി. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, അത് നിങ്ങളുടെയാണ്. ഇത് ആര് പറഞ്ഞു നിങ്ങളുടെ അല്ലാന്ന് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് സ്വന്തമായിട്ട് 5 സെൻറ്റ് സ്ഥലം, 5 സെൻറ്റ് സ്ഥലത്ത് നമ്മളൊരു കോമ്പൗണ്ടിൽ ഒരു വേലി ഇട്ട് നമ്മൾ അതിൻ്റെ നടുക്ക് നിന്നിട്ട് ഇത് എൻ്റെയാണെന്ന് പറയുന്നതാണോ? ഏറ്റവും ഉയരം കൂടിയ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു കടലിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ഇതെല്ലാം എൻ്റെയാണെന്ന് പറയുന്നതാണോ ഏറ്റവും പവർഫുള്ളും? മറ്റേത് അത് ഈ ഭൂമി, ഈ കാണുന്ന പക്ഷികളും മൃഗങ്ങളും പുഴകളും കായലുകളും പൂക്കളും എല്ലാം എൻ്റെയാണെന്ന് പറയണമെങ്കിൽ അതിനൊന്നുമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു വരണം. ഞാൻ പറയുന്നത് മറ്റു തലമാണ്. ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ, ആ കടൽ എൻ്റെയാണ്, ഈ പുഴകൾ എൻ്റെയാണ്, ഈ വൃക്ഷങ്ങൾ എൻ്റെയാണ്, ഈ മനുഷ്യരെല്ലാം എൻ്റെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ഇത് നിങ്ങളെ അടുത്ത ഗ്രേഡിലോട്ട് കൊണ്ടുപോകും. ഇത് നിങ്ങളെ ഉയർന്ന തലത്തിലോട്ട് കൊണ്ടുപോകും. ഉയർന്ന തലത്തിലോട്ട് നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഉയർന്ന ബന്ധങ്ങൾ വരാൻ തുടങ്ങും. നിങ്ങൾക്ക് സാമ്പത്തികത്തിനുള്ള ഭദ്രത നിങ്ങൾക്ക് വരാൻ തുടങ്ങും. നിങ്ങൾക്ക് ആരോഗ്യപരമായ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. നിങ്ങളുടെ മുഖത്ത് പോലെ പ്രസൻസ് അനുഭവിക്കാൻ തുടങ്ങും. ഈ ബോധത്തിലോട്ട് കണ്ടുപോട്ടാവുക. ഒരു പൈസ മുടക്കം പോലും ഇല്ല ഇതിനകത്ത്. നമസ്കാരം.